അപ്പോൾ അയാളുടെ അസിസ്റ്റന്റ് ശിവ അവിടേക്ക് വന്നു. രാംദേവിന്റെ മുഖത്ത് ഉത്സാഹം കണ്ട് ശിവ അത്ഭുതപ്പെട്ടു. ഹാ ശിവ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. നമ്മളെ തോക്കിലടോ. എനിക്ക് ദൈവമായിട്ട് ഒരാളെ തന്നു എന്നെ ജയിപ്പിക്കാൻ, രാംദേവ് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റന്റ് ശിവ ഉത്സാഹത്തോടെ നീലിമയെ നോക്കി. എന്താ സർ കാര്യം, തെളിച്ചു പറ, ശിവ പറഞ്ഞു. എടോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കിനി ഈസിയായി തെളിയിക്കാം. ആ ധീരവില്ലേ, അവനാണ് എല്ലാത്തിനും പിറകിൽ. നീലിമ അത് കണ്ടുപിടിച്ചു. എനിക്കെതിരെ അവര് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പ് ഈ കുട്ടിയുടെ കയ്യിലുണ്ട്, രാംദേവ് സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ട് ശിവയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു. സത്യമാണോ മാഡം, ശിവ ചോദിച്ചു. അതെ, നീലിമ പറഞ്ഞു. സർ, എന്നാൽ ഒട്ടും വൈകണ്ട, വാ നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല, എല്ലാം ജനങ്ങളോട് പറയണം, ശിവ പറഞ്ഞു. അപ്പോൾ രാംദേവ് നീലിമയെ നോക്കി. നീലിമ, തന്നോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. തനിക്ക് എന്താവശ്യം വന്നാലും എന്നെ അപ്പോൾ തന്നെ വിളിക്കണം. എന്ത് പകരം തന്നാണ് ഞാൻ ഈ കടം വീട്ടേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, രാംദേവ് പറഞ്ഞു. അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു. റാം, നിങ്ങൾ എനിക്കൊന്നും തിരികെ ചെയ്യേണ്ട കാര്യമില്ല. സഹജീവി സ്നേഹമുള്ള ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല. താനും എന്നെ ഒരിക്കൽ സഹായിച്ചല്ലേ, നീലിമ പറഞ്ഞു. അതൊന്നും പോരാ. താൻ എന്റെ ജീവിതമാണ് രക്ഷിച്ചത്. തനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റെങ്കിലും തന്നാലേ എനിക്ക് സമാധാനാവൂ, രാംദേവ് പറഞ്ഞു. അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമൊക്കെ നമ്മൾ തമ്മിലുണ്ടോ റാം, നീലിമ ചോദിച്ചു. ഫോർമാലിറ്റിയുടെ കാര്യമല്ല, താൻ എനിക്ക് വേണ്ടി ഇപ്പോൾ ജീവൻ പണയം വെച്ച് ചെയ്ത ഈ കാര്യം എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. സോ എന്നെ തടയരുത്. പ്രശ്നങ്ങളെല്ലാം തീർത്ത ശേഷം ഞാൻ തന്നെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. അന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കരുതും. വേണ്ടെന്ന് പറയരുത്, എന്റെ സന്തോഷത്തിനാണ്, രാംദേവ് പറഞ്ഞു. അയാൾ അത്രയും പറഞ്ഞപ്പോൾ മുഖത്തടിച്ചതുപോലെ സംസാരിച്ച് അയാളുടെ സന്തോഷം കളയണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി. ഓക്കെ ശരി, താൻ എന്തായാലും ഇപ്പോ ഈ കാര്യങ്ങൾ സോൾവ് ആക്ക്, ബാക്കിയൊക്കെ പിന്നെ അല്ലേ, നീലിമ പറഞ്ഞു. അപ്പോൾ രാംദേവ് ഉത്സാഹത്തോടെ അസിസ്റ്റന്റിനെയും ബോഡിഗാർഡ്സിനെയും നോക്കി. നന്ദിയുണ്ട് എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നതിന്, റാം പറഞ്ഞു. ഹേയ് സർ, നന്ദിയൊന്നും വേണ്ട. സാറിന്റെ കൂടെ നിൽക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ഏത് സാഹചര്യത്തിലും ഞങ്ങളുണ്ടാവും, അസിസ്റ്റന്റ് ശിവ പറഞ്ഞു. ബോഡിഗാർഡ്സും അതുതന്നെ പറഞ്ഞു. അപ്പോൾ രാംദേവ് അവരെ നോക്കി. നിങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ തോറ്റുപോവാനാ അല്ലേ, രാംദേവ് എല്ലാവരെയും നോക്കി പറഞ്ഞു. അവന്റെ മനസ്സിൽ പഴയ ഉത്സാഹം തിരിച്ചു വന്നതുപോലെ നീലിമയ്ക്ക് തോന്നി. അതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം രാംദേവ് ഒരുങ്ങി ഇറങ്ങി വന്നു. കൂടെ ശിവയും ഉണ്ടായിരുന്നു. അവർ അവിടെ നിന്നും തിരികെ താമസ സ്ഥലത്തേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. റാം നേരെ അമ്മയുടെ അസ്ഥിത്തറയിലേക്കായിരുന്നു പോയത്. അമ്മേ, ദേ ഞാൻ ഇറങ്ങുവോ? അമ്മ അയച്ചതാണോ ആ കുട്ടിയെ? അവള് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോ ആ പേടിയില്ല. ഞാൻ പോയി വരാം, രാംദേവ് പറഞ്ഞു. അപ്പോഴേക്കും നീലിമ അങ്ങോട്ട് വന്നു. അമ്മേ, അമ്മയുടെ മോനെ ഈ ഫേക്ക് കേസിൽ നിന്ന് രക്ഷിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അയാൾക്ക് അമ്മയുടെ കാവലുണ്ടാവണം. ചുറ്റും ശത്രുക്കളാണ്, നീലിമ അത്രയും പറഞ്ഞിട്ട് തിരികെ നടന്നു. രാംദേവും ബോഡിഗാർഡും അവളെ നോക്കി നിന്നു. രാംദേവ് നീലിമയോട് യാത്ര പറഞ്ഞ ശേഷം സ്വന്തം വണ്ടിയിൽ അവന്റെ സ്ഥലത്തേക്കും നീലിമ തിരികെ വീട്ടിലേക്കും പോയി. അന്ന് തന്നെ രാംദേവ് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. എന്നിട്ട് അവൻ തന്റെ പേരിൽ വന്നിട്ടുള്ള കേസ് വ്യാജമായി ഉണ്ടാക്കിയെടുത്തതാണെന്നും അതിൽ യാതൊരു സത്യവുമില്ലെന്നു പറഞ്ഞു. പക്ഷേ നീലിമ കൊടുത്ത വീഡിയോ അവൻ അപ്പോൾ ഷെയർ ചെയ്തില്ല. റാമിന്റെ ലൈവ് കണ്ട ആളുകൾ കമന്റുകൾ ഇടാൻ തുടങ്ങി. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളായിരുന്നു അധികവും. അതിൽ 1-2 നെഗറ്റീവ് കമന്റുകളും ഉണ്ടായിരുന്നു. രാംദേവ് ആരോപണം വന്നപ്പോൾ മിണ്ടാതിരുന്നതുകൊണ്ടാണ് പകുതി പേരും അവൻ തെറ്റുകാരനാണെന്ന് കരുതിയിരുന്നത്. ഇപ്പോൾ റാം ലൈവിൽ വന്ന് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി. റാമിന്റെ ലൈവ് നീലിമയും ഫോണിൽ കാണുന്നുണ്ടായിരുന്നു. അതിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഉറപ്പായും ധീരവിന്റെ ആളുകൾ ഇടുന്നതാണ് എന്നവൾക്ക് മനസ്സിലായി. അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ ഓഫീസിലായിരുന്നു. അന്ന് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് അല്പം തിരക്കിലാണ്. അപ്പോൾ മനീഷ് അവന്റെ ക്യാബിനിൽ കടന്നു ചെന്നു. എന്താ, സിദ്ധാർത്ഥ് ചോദിച്ചു. ജോലിക്കിടയിൽ അയാൾ കയറി വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ മനീഷ് പറഞ്ഞു, സാറ് ന്യൂസ് കണ്ടിരുന്നോ? നമ്മൾ അന്വേഷിച്ച് നടന്ന ആക്ടർ രാംദേവ് തിരികെ വന്നിട്ടുണ്ട്. അയാള് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിരുന്നു, മനീഷ് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം തെളിഞ്ഞു. ആണോ? അല്ല, അയാളെന്തിനാ പിന്നെ മറഞ്ഞു നിന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് അയാൾക്ക് മാനസികമായി നല്ല ബുദ്ധിമുട്ട് തോന്നിയപ്പോ മാറി നിന്നതാണ്. മാത്രമല്ല, നിരപരാധിയാണെന്ന് ആളുകൾക്ക് വ്യക്തമായി കൊടുക്കാൻ ഇപ്പോ ഒരു തെളിവ് കിട്ടിയത്രേ,
മനീഷ് പറഞ്ഞു. ഹാ, കൊള്ളാലോ. സിദ്ധാർത്ഥ് പറഞ്ഞു. സർ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സാറിന്റെ വീട്ടിലുള്ള മാഡം അല്ലേ, അവരാണ് അയാളെ കണ്ടുപിടിച്ചത്. അയാൾ സത്യത്തിൽ അയാളുടെ പഴയ തറവാട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. മാഡം ചെന്ന് കണ്ട് തെളിവൊക്കെ കാണിച്ചു കൊടുത്തെന്ന്. അങ്ങനെയാണ് അയാൾ തിരിച്ചു വന്നത്. മനീഷ് പറഞ്ഞു. അയാൾ നീലിമയുടെ കാര്യം പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം മാറി. അവൾ വീണ്ടും രാംദേവിന്റെ കാര്യത്തിൽ ഇടപെട്ടത് അവന് ഇഷ്ടമായില്ല. അവൾ എന്തിനാണ് അവനെ അന്വേഷിച്ചു തന്നത്? അല്ല, താൻ അറിഞ്ഞത് ശരി തന്നെയാണോ? സിദ്ധാർത്ഥ് ചോദിച്ചു. അതെ സർ, ഞാൻ വിശദമായി അന്വേഷിച്ചു. മാഡം തന്നെയാണ് ഇതിൽ ഇടപെട്ടത്. മനീഷ് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ബോസിനത് എന്തു പറ്റി? ബോസിന്റെ കൂടെയുള്ള മാഡം ഇതിൽ ഇടപെട്ടതിന് ഇദ്ദേഹം എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ദൈവമേ, മനീഷ് സ്വയം പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ മനസ്സിൽ നീലിമയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഒരു കാര്യത്തിൽ ചെന്ന് ഇടപെടരുതെന്ന് പറഞ്ഞാ അതിലെ പോയി ഇടപെടൂ. ഇതിലെല്ലാം പോയി ഇടപെട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പോലും അവൾ ചിന്തിക്കാറില്ല. ഈ സ്വഭാവം വെച്ച് നടന്നാ ഇനിയും പ്രശ്നത്തിൽ ചെന്ന് ചാടുകയുള്ളൂ. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ ഞാനവളെ എന്ത് ചെയ്യും ദൈവമേ? ഉണ്ണിയാർച്ചയാണെന്ന വിചാരം. ഇന്നത്തോടെ അവളുടെ ഈ സഹായം ഞാൻ നിർത്തിച്ചു കൊടുക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. അവന്റെ മുഖത്ത് ഓരോ ഭാവവും മിന്നിമറയുന്നത് മനീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബോസിന് ആ കുട്ടി ഇതിൽ ഇടപെട്ടതൊന്നും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഉറപ്പായും ഇത് സാറിന്റെ ഭാര്യ തന്നെയായിരിക്കും. എന്തായാലും ജോഡി കൊള്ളാം, മനീഷ് മനസ്സിൽ പറഞ്ഞു. സർ, സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി മനീഷ് വിളിച്ചു. അപ്പോഴാണ് സിദ്ധാർത്ഥ് സ്വബോധത്തിലേക്ക് വന്നത്. അവൻ ഉടനെ മനീഷിനെ നോക്കി പറഞ്ഞു. ആ എടോ, നമ്മുടെ ആക്ടറിനെ തൊട്ടാൽ വിവരം അറിയുമെന്ന് ആ ധീര ഉൾപ്പെടെ ഉള്ളവരെ അറിയിച്ചു കൊടുക്കണം. ഇനി അവന്മാർക്ക് ഈ ധൈര്യം ഉണ്ടാവരുത്. അത് ഈസിയല്ലേ സർ? നമ്മളുടെ കയ്യിൽ മാഡം എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അത് പോലീസിനും മീഡിയയ്ക്കും കൊടുത്താ പോരെ? മനീഷ് ചോദിച്ചു. അത് വേണ്ട, അത് റിസ്കാ. അതല്ലാതൊരു വഴിയുണ്ട്. നീ ആ വൈകല്യമുള്ള കുട്ടിയുടെ അമ്മയെ ചെന്ന് കാണണം. അവരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കണം. അല്ലാതെ വീഡിയോ പബ്ലിഷ് ചെയ്താൽ ശരിയാവില്ല, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ മനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. വീഡിയോ പബ്ലിഷ് ചെയ്താൽ അത് ഷൂട്ട് ചെയ്ത നീലിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്ന് കരുതിയാവും സിദ്ധാർത്ഥ് അത് ചെയ്യാതിരിക്കുന്നതെന്ന് മനീഷിന് മനസ്സിലായി. എങ്കിലും അവൻ അത് സിദ്ധാർത്ഥിനോട് ചോദിക്കാൻ മുതിർന്നില്ല. അല്ല സർ, നമ്മൾ ഉടനെ ചെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ അമ്മ സത്യം തുറന്നു പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ കുട്ടിയുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണെങ്കിലോ? മനീഷ് ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥ് മനീഷിനെ നോക്കി. താൻ നേരെ കയറി ചെന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അവരത് പറയില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അല്ല, സ്ട്രോങ് ആയിട്ടൊരു തെളിവ് നമ്മുടെ കയ്യിലുള്ളപ്പോ വെറുതെ ഇതിന്റെയൊക്കെ പിറകെ പോയി സമയം കളയണോ? മനീഷ് ചോദിച്ചു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം മാറി. മനീഷ്, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് മനീഷ് അവനെ നോക്കി. സോറി സർ, ഞാൻ എന്റെ സംശയം ചോദിച്ചതാണ്. ആ വീഡിയോ നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്, മനീഷ് ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു. എടോ, ആ വീഡിയോ പുറത്തു വിട്ടാൽ ധീരവ് നീലിമയെക്കുറിച്ചറിയും. അയാള് പിന്നെ നീലിമയെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവൾക്കൊന്നും പറ്റരുത്, അവൾ സേഫായിരിക്കണം, അതാ, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ മനീഷിന് തന്റെ ഊഹം ശരിയായിരുന്നു എന്ന് തോന്നി. അവന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ചപ്പോഴാണ് താൻ മനീഷിനോട് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് സിദ്ധാർത്ഥ് ആലോചിച്ചത്. നീലിമയെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് മനീഷ് കരുതി കാണുമോ എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ചു.